നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ രണ്ട് ടീമും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലാതെ നിൽക്കുകയാണ്. 3 ദിവസത്തെ കളി കഴിയുമ്പോൾ അവർ തമ്മിലൊരു ഡിഫറൻസുമില്ല. അതായത് ഇംഗ്ലണ്ട് 387 റൺസിന് ആദ്യ ഇന്നിങ്സ് ഓൾ ഔട്ടായി. ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സും 387 റൺസിന് ഓൾ ഔട്ടായി. ഫസ്റ്റ് ഇന്നിങ്സ് ടൈ. ഇനി ഒറ്റ ഇന്നിങ്സ് മത്സരമാണ്. ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ ഒരു ഓവർ അവർ ബാറ്റ് ചെയ്ത് 2 റൺസ്. ഹൈ ഡ്രാമയായിരുന്നു ആ ഓവർ. ഇംഗ്ലണ്ടിന് ഒരു ഓവറിൽ അധികം എറിയാതിരിക്കാൻ, സമയം കളയാൻ വേണ്ടി എല്ലാ പണിയും അവർ നോക്കി. അങ്ങനെ ഒരു ഹൈ ഡ്രാമയിലാണ് ഇന്നത്തെ കളി സ്റ്റംസ് ആയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നിങ്സിൽ എടുത്തു പറയേണ്ടത് കെ എൽ രാഹുലിൻ്റെ പ്രകടനമാണ്. അദ്ദേഹം സെഞ്ചുറി കുറിച്ചു. 177 പന്തുകളിൽ നിന്ന് അദ്ദേഹം 100 റൺസ് അടിച്ചു. കരുൺ നായർ 40 റൺസ് അടിച്ച ഇന്നിങ്സിൽ ഷുബ്മൻ ഗില്ല് 16 റൺസ്, ജയ്സ്വാൾ 13 റൺസ്. ഋഷഭ് പന്ത് 74 റൺസ്. കിഡ്ലൻ ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ ബെൻ സ്റ്റോക്സിൻ്റെ ആ ത്രോയിൽ അദ്ദേഹം റൺഔട്ടായി പോയി. പിന്നെ ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരുടെ കോൺട്രിബ്യൂഷനാണ് ഇന്ത്യ 387 എത്താൻ കാരണമായത്. ജഡേജ 131 പന്തിൽ നിന്ന് 72 റൺസിൻ്റെ മികച്ച ഇന്നിങ്സ് കളിച്ചു. നിതീഷ് കുമാർ റെഡ്ഡി 91 പന്തിൽ നേരിട്ട് 30 റൺസാണ് അടിച്ചത്. ആകാശ് ദീപ് 7 റൺസ് അടിച്ച് പുറത്തായി. ബൂംറ ഡക്കായി. അവസാനം പുറത്തായത് വാഷിംഗ്ടൺ സുന്ദറാണ്. എഡ്ജ് ചെയ്ത് പുറകോട്ട് പോവുകയായിരുന്നു. അത് ക്യാച്ച് കൃത്യമായിട്ട് ഹാരി ബ്രൂക്ക ആർച്ചറിൻ്റെ പന്തിലെടുത്തു. 76 പന്തിൽ നേരിട്ട് അദ്ദേഹം 23 റൺസാണ് അടിച്ചിരുന്നത്. അങ്ങനെ 387 ഇന്ത്യയും ഓൾ ഔട്ടായി. ഇംഗ്ലണ്ടിന് വേണ്ടി ക്രിസ് വോക്സ് 3 വിക്കറ്റ് എടുത്തപ്പോൾ ആർച്ചറും ബെൻ സ്റ്റോക്സും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. കാൾസും ബാഷറും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി. ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ ബൂംറയുടെ ഒരു ഓവർ അത് അങ്ങ് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി എല്ലാ പണിയും നമ്മുടെ സാക്രോളി എടുത്തു. അങ്ങനെ ഒരു ഡിലേയിങ് ടാക്ടിക്സ് ഒക്കെ നടത്തിക്കൊണ്ട് ഒന്നിലധികം ഓവർ എറിയില്ല എന്ന് അവർ ഉറപ്പാക്കി. 2 റൺസ് മാത്രമാണ് രണ്ടാം ഇന്നിങ്സിൽ അവരിപ്പോൾ സ്കോർ ചെയ്തിരിക്കുന്നത്. നാളത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ്. ഇംഗ്ലണ്ടിന് ഒരു വലിയ സ്കോറിലേക്ക് എത്താൻ കഴിയാത്ത വിധം പൂട്ടാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഈ ടെസ്റ്റ് ഇന്ത്യക്ക് അനുകൂലമായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.